ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇന്ന് വീഡിയോസിൽ എന്തോ പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര ടൈം പറയുന്ന അറിയുമ്പോ എന്റെ അടുത്ത് എന്റെ ഹസ്ബൻഡ് പറയും വർക്ക്ഔട്ട് ഇപ്പൊ ഭയങ്കര ഫാറ്റ് അല്ലേ, അപ്പൊ നമ്മൾ ചെറുതായിട്ട് ജോലി ചെയ്യുമ്പോൾ ചെറുതായിട്ട് വർക്കും വാരി കഴിച്ച് കഴിച്ച് ഇതിനെക്കാട്ടിലും നമുക്ക് നമ്മളെ ദിവസം കൊണ്ട് വിചാരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന്. ബട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്റെ ചാനൽ തങ്ക ട്വിസ്റ്റ് ആവുന്നുണ്ട്. എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഡെയിലി ഞാൻ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിരുന്ന ഒരാളാണ്. ആൻഡ് ഇപ്പോൾ ഫ്യൂ വീക്സ് ആയിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നി ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, പന്തികേട് ഉണ്ട്. തെറ്റായിട്ടല്ല, എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്റെ ചാനൽ ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോ നീ എന്താ ഈ വീഡിയോയിൽ ഫുള്ള പറയുന്നതെന്ന് ചോദിക്കണ്ട. ബിക്കോസ് ഞാൻ എന്താ പറയുന്നത് എനിക്ക് പോലും അറിയാതെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്റെ മൈൻഡിലുണ്ടായിരുന്നു എന്തെങ്കിലും വീഡിയോ എടുക്കണം, നീ നിന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ നിന്നെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരോട് നീ പറയണമെന്ന് എന്റെ മൈൻഡ് കുറെ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ഉള്ളത് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കല്ലേ ഏട്ടാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ചാനൽ എപ്പോൾ തുടങ്ങി, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നു ഏട്ടാ. ശരി, ഞാൻ ഇപ്പൊ ചാനൽ എപ്പോൾ തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കുറെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല. അല്ലെങ്കിൽ ഡെയിലി ഞാൻ ഓരോ ഷോർട്സ് ഇടുമായിരുന്നു, പിന്നെ ലോങ് വീഡിയോസ് ഇടുമായിരുന്നു, ഇട്ടിരുന്നു. പിന്നെ ഞാൻ എന്റെ വീഡിയോസിനൊക്കെ ഞാൻ തന്നെ ഇരുന്ന് കാണാൻ തുടങ്ങിയപ്പോൾ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ബോറടിച്ചു. എന്തോന്ന് എഡിറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബോറടിച്ചു. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പുതിയ എഡിറ്റിംഗ് ആപ്പ് ഒന്നും പരിചയപ്പെടുത്താനൊന്നും അല്ല വരുന്നത്. അപ്പൊ പിന്നെ വിചാരിച്ചു ഗ്യാപ്പ് കൊടുക്കാം. ഗ്യാപ്പ് കൊടുത്തിട്ട് തിങ്ക് ചെയ്യാം എന്താണ് ശരിക്കും നിന്റെ പ്രശ്നമുള്ളത്. സത്യം പറഞ്ഞാല് പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ എടുക്കാനുള്ള ടൈം ഞാൻ കണ്ടെത്തണം. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ട്. ഞാൻ കണ്ടെത്തിയാലല്ലേ ആ ടൈം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. യെസ്, വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ട്. എഡിറ്റിംഗ് സത്യം പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. വാവ ഉറങ്ങിയതിന് ശേഷം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വാവ വന്നിട്ട് കൈ ഇരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്യുന്ന സമയം എപ്പോഴാണ് 12 മണിക്ക് ശേഷം എഡിറ്റ് ചെയ്യാറുള്ളത്. അതിനുശേഷം ആ സമയം ഷെഡ്യൂളിൽ വെച്ചതിന് ശേഷം കിടന്നുറങ്ങും. അങ്ങനെ ഒരു വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ചാനലിനെ കുറിച്ച് പറഞ്ഞ് പിന്നെ എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കുക്കിങ്ങും അല്ല വേറെ ഒരു വീഡിയോ ഇടാതെ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് സംസാരിക്കണമെന്ന്. പക്ഷെ എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എങ്ങനെ എടുക്കും അതും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ തുടങ്ങിയതും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവോ? മേ ബി സ്കിപ്പ് ചെയ്തിട്ട് പോവുമായിരിക്കാം. ചിലര് എന്നെ അറിയാവുന്നവരാണെങ്കിൽ ശരി ഇവിടെ എന്താ പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ കണ്ടോ, ഇതാ എന്റെ പ്രശ്നം, മറന്നുപോയി. ഈ ചാനൽ ഞാൻ തുടങ്ങിയത് കോവിഡ് സമയത്തായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ഇരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് തുടങ്ങിയതാണ്. സോ അന്ന് ഞാൻ ഈ ചാനലില് പോസ്റ്റ് ചെയ്തതൊക്കെ ടിപ്പൊക്കെയാണ്. എഡ്യൂക്കേഷൻ ടിപ്പ്, പിന്നെ ഫുഡ് ടിപ്പ്, അങ്ങനെ കുറെ ടിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ആ ടിപ്പൊക്കെ ഇടുന്ന സമയത്ത് BEd കഴിഞ്ഞില്ല. BEd വന്ന് ലാസ്റ്റ് എക്സാം ഫൈനൽ ടൈമൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വർക്കിന് പോകാൻ തുടങ്ങിയപ്പോ MA ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, PG പഠിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ PGക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ PG സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പിന്നെ എനിക്ക് ഈ ചാനൽ റൺ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് 2 ഇയേഴ്സ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വർക്കിന് പോയതിനു ശേഷം 1 ഇയർ വർക്കിന് പോയി. അപ്പോഴും എനിക്ക് ചാനൽ റൺ ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കറക്റ്റായിട്ട് 1 ഇയർ കഴിഞ്ഞത് മാരേജ് ആയിരുന്നു. മീൻസ് 1 ഇയർ ജോലി ചെയ്തതിനു ശേഷം മാരേജ് ആയിരുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും അവിടെ ഒറ്റയ്ക്ക് അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ പിന്നെ ഈ ചാനൽ വീണ്ടും കയ്യിലെടുത്ത് കുക്കിംഗ് പണിയായി. എനിക്കറിയാത്ത ഐറ്റംസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം പഠിച്ച് വീട്ടിലിരുന്ന് ഇത്രയും പഠിച്ച് ജോലിക്ക് പോകുന്നവരെ ഒരു കുന്തം കുക്ക് ചെയ്യാത്ത ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കുകയും, കാരണം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കില്ല. അപ്പൊ അതൊക്കെ കാണാൻ ഒരു കൊതിയും ആ സംഭവം അത് കാരണം ഞാൻ കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടങ്ങ് കുക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ആയിട്ടതൊക്കെ യൂട്യൂബിൽ നോക്കി പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചാനൽ ഞാൻ റൺ ചെയ്തിരുന്നു. പ്രഗ്നന്റ് ആയി തീർന്നു. ആ ഷർദിന്റെ ഇടയിൽ എവിടെ കണ്ടിട്ട് ചെയ്യാൻ, പിന്നെ ഒറ്റയ്ക്കും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമായി. അതുകൊണ്ട് പിന്നെയും ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത, ബാവ
പുറത്ത് വന്നിട്ട് ഒരു വാവ ഒന്ന് ഓക്കെ ആയി എന്ന് എനിക്ക് ഫീൽ ആയതിനു ശേഷം, വിച്ച് മീൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ വന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 1000 പേരൊക്കെ എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പി ഉണ്ട്. അപ്പോൾ അന്ന് 1000 വന്നപ്പോഴത്തേക്ക് ഞാൻ ലൈവിന് വന്നു. ഒരു ചുടുകുഞ്ചും അവിടെ ലൈവ് ഓപ്പൺ ചെയ്യാനാവുന്ന നോക്കാനാവുന്ന നോ. അതുകൊണ്ട് പിന്നെ ഞാൻ ലൈവിന് അതിനുശേഷം ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണിച്ച് ലൈവ് വന്നിട്ടില്ല. ശരി, അപ്പൊ എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണില്ല. ബീയിങ് എ മോം നമുക്ക് കുറച്ച് ടൈം കണ്ടെത്തിയേ പറ്റും. നമുക്ക് പറയാം, ഞാൻ എത്ര ടൈം പറയുന്ന അറിയുമ്പോൾ എൻ്റെ തന്നെ ഹസ് പറയുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ ഭയങ്കര ഫാറ്റ് അല്ലേ, അപ്പൊ ചെറുതായിട്ട് ജോലി ചെയ്യുമ്പോൾ ചെറുതായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവൻ അവിടെ ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറയും ഒട്ടും ടൈം കിട്ടുന്നില്ല, അവൻ എന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ എന്നെ ഹസ് പറയും നിനക്ക് ടൈം കിട്ടും, നീ വേണം ടൈം കണ്ടെത്താൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ അതങ്ങനെ ഫോളോ ചെയ്തൊന്നും പറയുന്നില്ല. വർക്കൗട്ട് ശരിക്കും പറഞ്ഞ് ചെയ്യുന്നില്ല. പക്ഷെ ഫുഡായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫുഡായിട്ട് 3 നേരവും ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഡെലിവറി ആയതിനു ശേഷം ഒരുപാട് ഫുഡ് വീട്ടിൽ തന്നു. അതുകൊണ്ട് ആ സമയം എനിക്ക് എന്ത് കഴിച്ചിട്ടൊന്നും അറിയില്ല. അപ്പൊ എല്ലാം വാരി കഴിച്ച് ഇതിനെക്കാട്ടിലും വീർത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്ലിം എന്ന് ഞാൻ പറയില്ല, ഇതിനെക്കാട്ടിലും വീർത്തു. പിന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് ഒരുവിധം ഇങ്ങനെ ഇത്രയും വരെ എത്തി. ഇനി ഒരുപാട് ജോലിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മള് ഒരു അമ്മയായിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമുക്ക് തന്നെ ടൈം കണ്ടെത്തുന്നേട്ടാ. ഒരു 10 or 15 മിനിറ്റ്സ് മതി. അത് സ്കിന്നിനാണേലും ശരി, നമ്മളെ ബോഡിക്കാണേലും ശരി. അല്ലെങ്കിൽ പിന്നെ വയസ്സാം കാലത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കരയും, പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. നമുക്ക് നമ്മളെ കാണും. അതുകൊണ്ട് വാവ ഉറക്കിയതിന് ശേഷം ഇപ്പൊ വാവ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. അതുപോലെ വാവ ഉറക്കിയതിന് ശേഷമുള്ള ടൈമിൽ നിന്റെ സ്കിൻ കെയറോ അല്ലെങ്കിൽ ബോഡിയിലുള്ള വർക്ക്ഔട്ടോ സംതിങ് ചെയ്യാം. നീ ചെയ്തിട്ട് ഞങ്ങൾ ഉപദേശിക്കും വാ എന്ന് പറയുന്നവരും ഉണ്ടാവും. ഞാൻ ചെയ്യും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ചാലഞ്ച് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മോമിന് വേണ്ടി. ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ വീഡിയോസ് ഇട്ട് എന്റെ കൂടെ പറ്റുന്ന മോംസ് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഫോളോ ചെയ്യും. ആൻഡ് ഈ വീഡിയോന്റെ താഴെ അങ്ങനെ ഞാൻ ചെയ്യണം എന്ന് ഉള്ളവര് കമന്റ് ചെയ്യും. തീർച്ചയായും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ എന്റെ വെയിറ്റ് ലോസ് ചെയ്തതുമായി കണ്ടുകൊണ്ടിരിക്കുന്ന മോംസിന്റെ വെയിറ്റ് ലോസ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ലോസ് ചെയ്യാം. അതൊരു ഹാപ്പിനെസ് അല്ലേ? ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഞാൻ എവിടെ സംസാരിച്ചു തുടങ്ങി എവിടെ വരെ എത്തി നോക്കുക. അപ്പൊ ഞാൻ ടിപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് ചാലഞ്ച് വേറെ വഴിയിലോട്ട് പോയത്. ഒന്ന് നമ്മൾ ടൈം കണ്ടെത്തുന്നത്, പിന്നെ നമ്മളെ സെൽഫ് കെയർ ചെയ്യണം മക്കളെ. ഞാനൊക്കെ കെയർ ചെയ്തപ്പോ എന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് നോക്കുക. പിന്നെ ഞാൻ പൗഡർ ഒന്നും ഇടൂല, മേക്കപ്പ് ഇടില്ല, ലിപ്സ്റ്റിക് ഒന്നും ചെയ്യില്ല. സത്യം പറയാല്ല, ഞാൻ ഒന്നും ചെയ്യാറില്ല. ഹിമാലയയുടെ ഫേസ് വാഷ് മാത്രം ഫേസിൽ യൂസ് ചെയ്യും, സോപ്പ് യൂസ് ചെയ്യില്ല. അത് മാത്രമേ യൂസ് ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ എന്താ മോം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യട്ടാ. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാനലിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ക്രാഫ്റ്റും പെയിന്റിങ് കാണാൻ ചാൻസ് ഉണ്ട്. എന്റെ വീട്ടിലാണെങ്കിലും ശരി, എന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അവിടെ പെയിന്റിങ്, അവിടെ ക്രാഫ്റ്റ്. തീർന്നില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഈ പെയിന്റിങ്, ആ ക്രാഫ്റ്റ്, അവിടെ കണ്ടല്ലോ. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്തത് തന്നെ. അപ്പൊ ഇതുപോലത്തെ ഐറ്റം, ഇതൊക്കെ ബിഫോർ മാരേജ്, മോമൊക്കെ ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾ എന്താണെന്നറിയാവോ ചെയ്യാം. വാവ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ വാവ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് വാവയുടെ കൂടെ നമ്മുടെ ദൈവാങ് വാവ നമ്മളെ കണ്ട് പഠിക്കും. കയ്യിലിരിക്കുന്ന ഈ ഇരുന്ന് കളിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു ബേബിയുടെ മോമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ വാവ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതുപോലെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോസ് എടുക്കാം, ബുക്ക് റീഡ് ചെയ്യാം. ബുക്ക് റീഡ് ചെയ്യാൻ അടിപൊളിയല്ലേ? പിന്നെ വാവയ്ക്ക് നൈറ്റൊക്കെ സ്റ്റോറി പറഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് റീഡ് ചെയ്ത സ്റ്റോറി എല്ലാം പഠിപ്പിച്ചിട്ട് നൈറ്റ് ആകുമ്പോൾ വാവയ്ക്ക് പറഞ്ഞെടുക്കുമ്പോൾ വാവയ്ക്ക് നമ്മളൊരു വലിയ അമ്മയ്ക്ക് ഒരുപാട് സ്റ്റോറീസ് അറിയാം എന്നുള്ളൊരു ഇതൊക്കെ അറിയില്ലേ. പണ്ടൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് സ്റ്റോറി പറഞ്ഞെടുക്കുന്നത്. ഇപ്പോ ന്യൂക്ലിയർ ഫാമിലീസ് അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ജോയിന്റ് ഫാമിലീസ് ഒക്കെ ഉണ്ട്. നമ്മളും കഥ പഠിച്ച് വെച്ചാല് ഇങ്ങനെ പിള്ളേരെ ഒന്നും ചോദിക്കില്ലേ, അമ്മ കഥ പറഞ്ഞിട്ട് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കഥയൊക്കെ ഇങ്ങനെ ടിക്ക് എന്നിട്ടിടാലോ.
അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യും. ലേസി ആയിട്ട് ഇരിക്കാൻ നോക്കാതെ. വർക്കിംഗ് മോംസ് ആണെങ്കിൽ അവര് ജോലിക്ക് പോവും, ആരെങ്കിലും പിള്ളേർ നോക്കാൻ കാണും, അല്ലെങ്കിൽ പിന്നെ ആര് കാണും, ഗ്രാൻഡ് പാരൻസ് കാണും. പക്ഷേ വർക്കൊക്കെ റിസൈൻ ചെയ്തവരും എന്നെ പോലെ വർക്കെല്ലാം റിസൈൻ ചെയ്തവരും പിന്നെ ജോലിക്ക് പോവാത്ത പാരൻസ് ഒക്കെ ആണെങ്കിൽ എണീറ്റു. എന്താ പറഞ്ഞു വന്നേ? യു ക്യാൻ ഡു യുവർ ഓൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ടൈം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെ പറഞ്ഞ് കാട് കയറി പോയെന്ന് നോക്കിയാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് പറയാനായിട്ട് ഈ വീഡിയോയിൽ വന്ന, ഈ ചാനലിനെ കുറിച്ച് സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് മോംസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, പിന്നെ ഈ എന്ത് പറഞ്ഞു ഈ വീഡിയോയില് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള കാര്യം, വെയിറ്റ് ലോസ് ചാനൽ, അത് ഞാൻ സംസാരിച്ചു. സോ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ഈ വീഡിയോ ശരിക്കും നിങ്ങൾ ഇതുവരെ കണ്ടോ? അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നുമില്ല, അടുത്ത ഇനി എന്ത് വീഡിയോ ആണ് എന്നുള്ള ഒരു പിടിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്തു. ഇതിന് എങ്ങനെ റെസ്പോൺസ് കിട്ടുമെന്ന് എനിക്കറിയില്ല, ചെയ്തു. അപ്പൊ പിന്നെ ബൈ. അടുത്ത വീഡിയോ എപ്പോഴാണേലും നമുക്ക് കാണാനായിട്ടാ. മെയിൻ തിങ് എന്ന് വെച്ചാല് കമന്റ്സ് വരുന്നില്ല, പിന്നെ കമന്റ്സ് വരുന്നില്ല. അപ്പൊ കാണുന്ന ആൾക്കാർ എന്താ തിങ്ക് ചെയ്യുന്നത്, മേ ബി കൊള്ളില്ലേ എന്നുള്ളൊരു തോട്ടൊക്കെ കാരണം ഞാൻ അടുത്ത വീഡിയോ ചെയ്യാതെ അങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷെ തെറ്റാണെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ അങ്ങനെ കമന്റ് ചെയ്തില്ലെങ്കിലുണ്ട്, നിനക്ക് നിന്റെ വഴിയിലോട്ട് പോ എന്നൊക്കെ ആൾക്കാർ പറയും. ഞാൻ ചില സമയങ്ങളിൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്, അവർ മൈൻഡ്, അവർ കമന്റ് ചെയ്യില്ല, പക്ഷെ നീ വീഡിയോ ഇട്ടിട്ടേ ഇരിക്കും. അതാണ് ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെ നീ ഫുൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പക്ഷെ ഫുൾ സ്റ്റോപ്പ് ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ.